ഹായ്, എല്ലാവർക്കും മനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് മുട്ടക്കറിയാണ്. നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പം, പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കറിയാണിത്. ഞാനിതിനകത്ത് മുട്ടയും ഗ്രീൻ പീസും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങും ഒക്കെ ചേർക്കാം. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കറിയിൽ ചേർക്കാനുള്ള ഗ്രീൻ പീസ് ഞാൻ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്, തലേദിവസം രാത്രി. അപ്പോൾ ഗ്രീൻ പീസ് എപ്പോഴും നല്ലതായിട്ട് കുതിർത്തെടുത്തില്ലെങ്കിൽ ആവശ്യത്തിന് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും ഒരു തലേദിവസം രാത്രി തന്നെ ഇട്ട് വെക്കുന്നതാണ് നല്ലത്. ഞാനിത് കൈയുടെ അളവിനാണ് കേട്ടോ എടുത്തത്. 2 പിടി ഗ്രീൻ പീസാണ് എടുത്തത്. ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് 1/2 കപ്പ് വെള്ളം ഒഴിക്കാം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഹൈ ഫ്ലെയിമിൽ, ഏറ്റവും കൂടിയ ഫ്ലെയിമിൽ 3 വിസിൽ വേവിക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷർ ഫുള്ള് പോയി കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്, ജസ്റ്റ് നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ നമുക്കത് അടച്ചു വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, 4-5 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ചേർക്കാം. ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ടാണ് നമ്മൾ കറിയിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കറിക്ക്. നമ്മൾ വെറുതെ ഗരം മസാല ചേർക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഇതാണ്. അപ്പോൾ ഈ പെരുംജീരകമൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. നല്ലൊരു മണവും വരും. കുറച്ച് സമയം എടുക്കത്തുള്ളൂ കേട്ടോ, പെട്ടെന്നായി കിട്ടും. ഇപ്പോൾ കണ്ടോ, പെരുംജീരകത്തിൻ്റെയൊക്കെ നിറം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇത് മതി. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇതിനെ നമുക്ക് ചതച്ചെടുക്കാം. ഇത് നിങ്ങൾ മിക്സിയിലിട്ട് ഒത്തിരി അങ്ങനെ പൊടിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അഥവാ ഇപ്പോൾ ഇതുപോലെ ഇടികല്ലില്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി, അല്ലാതെ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത്. അപ്പോൾ ഇത് ചതച്ചെടുത്തു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്യാം. എണ്ണ ചൂടായി. ഇതിനകത്ത് നമ്മളിപ്പോൾ ചതച്ച് വെച്ച മസാല ഇടാം. ആ ചൂട് എണ്ണയിലോട്ട് ആ മസാല ഇടുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ, നല്ലതായിട്ട് മൂക്കുന്ന ഒരു മണം വരും. ഇനി 2-3 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വലിയ സവോള ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഞാനൊരു മീഡിയം സൈസിലുള്ളതാണ് എടുത്തത്, അപ്പോൾ ഒരു 3 എണ്ണം ഉണ്ട് ഇത്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇതുപോലെ നന്നായിട്ട് വാടി വരുമ്പോൾ 1-2 പച്ചമുളക് ഇടാം. മുളക് കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ഇടാം കേട്ടോ, എരിവ് പോലെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്തതാണ്. കുറച്ച് നേരം കൂടി ഇത് വഴറ്റി കൊടുക്കണം. സവോളയുടെ നിറം കുറച്ചും കൂടി ഒന്ന് മാറണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പ് മാറുകയും വേണം. ഈ കറിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല, ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇപ്പോൾ ദേ സവോള നന്നായിട്ട് നിറം മാറി ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർക്കണം. അപ്പോൾ ആദ്യം തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികൾ നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം, അതിൻ്റെ പച്ചപ്പ് മാറണം. ഇപ്പോൾ പൊടികൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. തക്കാളി നല്ലതായിട്ട് അരച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്, പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു വലിയ തക്കാളി മിക്സിയിലിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളിയുടെ തൊലി കളയോ ഒന്നും വേണ്ട കേട്ടോ, വെറുതെ ഒരു തക്കാളി മിക്സിയിലിട്ട് നല്ലതായിട്ട് അരച്ചെടുത്താൽ മതി. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ആ തക്കാളിയുടെ പച്ചപ്പ് നല്ലതായിട്ട് മാറി നല്ല റോസ്റ്റായി കിട്ടണം. ആദ്യം നിങ്ങളിതിങ്ങനെ വഴറ്റുമ്പം അതിൻ്റെ ആ മണം അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, പച്ച മണമായിരിക്കും തക്കാളിയുടെ. കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോൾ നല്ലതായിട്ട് മൂത്ത് കിട്ടും. ഇതുപോലെ നന്നായിട്ട് വഴറ്റി ആ തക്കാളിയുടെ പച്ചപ്പ് മാറ്റിയില്ലെങ്കിൽ കറിക്ക് എപ്പോഴും ആ ഒരു ചൊവ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം നല്ലതായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് തന്നെ എടുക്കണം. ഇപ്പോൾ ഈ മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആ മണം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ആ പച്ചപ്പൊക്കെ മാറി നല്ലതായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇടാൻ പോവാണ്.
ഗ്രീൻ പീസ് വേവിച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കുക്കറിൽ ചിലപ്പോൾ ബാക്കി ഉണ്ടാവും. അതും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കണം, അത് കളയരുത്. പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് വേണമെങ്കിലും എടുക്കാം, കവറിൽ കിട്ടത്തില്ലേ, അതാണെങ്കിൽ ഇതുപോലെ നേരത്തെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് കറിയിൽ ചേർത്തെടുക്കാം. കുറച്ചും കൂടി എളുപ്പമാണ്, നമുക്ക് സമയം ലാഭമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലൊരു 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടാം. ആദ്യം ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കണക്കാക്കി ഇടണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ ചേർത്ത ഗ്രീൻ പീസിലോട്ട് ഈ മസാല ഒന്ന് പിടിക്കണം, അതുപോലെ ആ ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് കറിയിലൊന്ന് വരുവും വേണം. അപ്പോൾ ഒരു 6-7 മിനിറ്റ് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. ഒത്തിരി അങ്ങ് വറ്റി പോകരുത്, ഈ ഗ്രേവി ഒരു പകുതി വറ്റിയാൽ മതി. നമ്മളിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതാണ്. ഇപ്പോൾ കണ്ടോ, മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്, ആ ഗ്രേവി കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിനകത്തേക്ക് മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കാം. ഞാനൊരു 4 മുട്ടയാണ് പുഴുങ്ങിയെടുത്തത്. എന്നിട്ട് ഇതിങ്ങനെ പകുതി ആയിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, മുറിക്കണമെന്നില്ല. പിന്നെ മുട്ട നിങ്ങൾക്ക് ഇപ്പോൾ 3 എണ്ണം മതിയെങ്കിൽ അത്ര എടുത്താൽ മതി, അതല്ല 5 എണ്ണം വേണമെങ്കിലും എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, കറക്റ്റ് അളവൊന്നുമില്ല. അപ്പോൾ മുട്ട എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ ഗ്രേവിയിൽ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ ഒത്തിരി ഇളക്കരുത്, സ്പൂൺ വെച്ച് പതുക്കെ ഇങ്ങനെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്താൽ മതി. മുട്ട ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പകുതി മുറിക്കാതെ അതുപോലെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, പക്ഷേ ഇങ്ങനെ മുറിച്ച് ചേർക്കുമ്പം ഉള്ളിലോട്ട് കുറച്ചും കൂടിയൊക്കെ ആ ഗ്രേവി പിടിക്കും, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഗ്രേവിയിൽ ഒന്ന് താഴ്ത്തി വെച്ചാൽ മതി. ഇനി കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് വെക്കുമ്പം ആ മുട്ടയിലോട്ട് ഗ്രേവിയൊക്കെ നല്ലതായിട്ടൊന്ന് പിടിക്കും. ഇനി ഇത് അടച്ചു വെക്കാം. അപ്പോൾ അതേ കറി കുറച്ചും കൂടി വറ്റി മുട്ടയിൽ നല്ലതായിട്ട് ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നല്ല കുറുകിയ തേങ്ങാപ്പാൽ, 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ഒഴിക്കാം കേട്ടോ. ഞാൻ 1 കപ്പാണ് ഒഴിച്ചത്. അത് നിങ്ങൾ ആദ്യം ആ ഗ്രേവി എത്രത്തോളം വറ്റിയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിക്കണം. നിങ്ങളിത് സ്പൂൺ വെച്ച് ഇളക്കണ്ട, ജസ്റ്റ് ഈ പാൻ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ തേങ്ങാപ്പാൽ അതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ആയിക്കൊള്ളും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, തിളക്കേണ്ട ആവശ്യമില്ല. കറി ഒന്ന് ചൂടാകുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ട്, ഇത് മതി, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ പീസ് മുട്ടക്കറി റെഡി. ഇതൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം കഴിക്കണം കേട്ടോ, സെർവ് ചെയ്യണം. അപ്പോഴായിരിക്കും അത് കറക്റ്റ് പരുവത്തിന് വരുന്നത്. ഇപ്പോൾ ഈ ഗ്രേവി നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടായിരിക്കും തോന്നുന്നത്, അത്ര കുറുകിയതായിട്ട് തോന്നത്തില്ല. പക്ഷെ എന്ന് വിചാരിച്ച് നിങ്ങളിത് വറ്റിച്ചെടുക്കുക ഒന്നും ചെയ്യണ്ട, കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട് കുറുകും. ആ തേങ്ങാപ്പാലൊക്കെ നല്ലതായിട്ട് കുറുകി സെറ്റായി കറക്റ്റ് പരുവത്തിന് കിട്ടും. നമുക്ക് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല കുറുകിയ ചാറുള്ള അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.